അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ഞായറാഴ്ചയുടെ മടിയുമായി ഉറക്കമുണർന്നൊരു ദിവസം. പതിവ് പോലെ വീട്ടിലെ ജോലികളെല്ലാം തീർത്തെടുക്കത്തിൽ ഓഫീസിൽ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അന്ന് വളരെ ശാന്തമായിരുന്നു. കാറ്റുപോലും നിശബ്ദമായിരുന്നു. പെട്ടെന്നൊരു കോള് വന്നു. ചേച്ചിയാണ് വിളിക്കുന്നത്. വീട്ടിൽ നിന്ന് കോള് വന്നാൽ ആകെ ഒരു പേടിയാണ്. ഞാൻ കോൾ എടുത്തു. പതിവ് പോലെ തന്നെ, അമ്മയ്ക്ക് വയ്യ, പെട്ടെന്ന് വാ, മമ്മി വീണു. അത്രയും പറഞ്ഞവൾ കോള് കട്ട് ചെയ്തു. കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു. 1000 ചോദ്യങ്ങൾ മനസ്സിൽ വന്ന് മിന്നിമാറി. കുളിച്ചുകൊണ്ടിരിക്കുന്ന ജിൻസൺ ചേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പുറകെ ഓടി വന്ന അമ്മച്ചി പിടിച്ചിരുന്നവരെ ഞാൻ മറ്റേതോ ലോകത്തായിരുന്നു. മമ്മിക്ക് വയ്യ എന്ന് പറയാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിയിലെല്ലാം ഒരൊറ്റ പിള്ള എനിക്ക് തോന്നിയിരുന്നു. എന്തോ നഷ്ടപ്പെട്ട പോലെ, നടക്കാൻ പാടില്ലാത്ത നടന്ന പോലെ, ആകെ ശൂന്യം. എങ്ങനെയോ വീട്ടിലെത്തി. നടക്കുന്ന വഴിയിൽ നാട്ടുകാരെന്തോ അടക്കം പറയുന്നു. കൂട്ടത്തിൽ നിന്നും ബേബി ചേച്ചിയോട് പറഞ്ഞു, മോളെ വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലി. വേറൊന്നും ആരും പറയുന്നില്ല. ഒന്നും ആലോചിക്കാൻ പോലും സമയം കളയാതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹൃദയം അതിൻ്റെ എല്ലാ ശക്തിയും എടുത്ത് മിടിക്കുന്നുണ്ട്. സകല ദൈവങ്ങളെയും വിളിച്ച് ഹോസ്പിറ്റൽ പടി ഞാൻ കിടക്കുമ്പോൾ നേരിയ പ്രതീക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പപ്പയും ചേച്ചിയും ICUവിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ചേച്ചി ഒരു കസേരയിൽ ഇരിക്കുകയാണ്. അവൾക്ക് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. പക്ഷേ ഒരടി പോലും നടക്കാനാവാതെ തളർന്നാണ് അവൾ ഇരിക്കുന്നത്. പപ്പയാകെ വെപ്രാളത്തിൽ ICUവിൻ്റെ വാതിൽ എത്തി നോക്കി നിൽക്കുന്നു. ഒന്നും ചെയ്യാനാവാത്ത ദയനീയാവസ്ഥയിൽ നേഴ്സ് ഉറക്കെ വിളിച്ചു ചോദിച്ചു, റാണിയുടെ കൂടെ ആരാ ഉള്ളേ? ഡോക്ടർ വിളിക്കുന്നു. അകത്തേക്ക് കയറി ചെന്ന് ഞങ്ങൾ 3 പേരെയും അവർ കസേരയിലിരുത്തി. ഒരു ലേഡി ഡോക്ടറായിരുന്നു. ഇടറുന്ന സ്വരത്തിൽ ഞങ്ങളോട് എന്ത് പറയണമെന്നറിയാതെ അവർ പറഞ്ഞു തുടങ്ങി. സമാധാനത്തോടെ കേൾക്കണം. ഞങ്ങളുടെ പരമാവധി ട്രൈ ചെയ്തു. ഇവിടെ എത്തിയപ്പോഴേ പൾസ് ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ. ഒരു നിശബ്ദതയ്ക്ക് ശേഷം ഞാൻ മനസ്സിലാക്കി, ഇത്രനാൾ തൂങ്ങി നടന്ന ആ കൈകളുടെ ചൂട് നഷ്ടപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിലെ ഞാൻ കേട്ടുറങ്ങിയ ആ നെഞ്ചിലെ താളം നിലച്ചിരിക്കുന്നു. എൻ്റെ അത്താണി. കരഞ്ഞു തളർന്ന കണ്ണുകളോടെ ഞാൻ ICUവിന് മുമ്പിൽ പോയിരുന്നു. ആരൊക്കെയോ വന്നുപോയി എന്തൊക്കെയോ പറഞ്ഞു. ആ ആൾക്കൂട്ടത്തിനിടയിലും ഇതെല്ലാം സ്വപ്നമായിരിക്കണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഇടയ്ക്കൊക്കെ കയ്യിൽ നുള്ളി നോക്കും. എല്ലാം സത്യം തന്നെ. എല്ലാം അവസാനിച്ചു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മമ്മിയെ മോർച്ചറിയിലേക്ക് മാറ്റി. ഇനി അവസാനത്തെ കൂളി. 1 രൂപ പോലും മമ്മി അനാവശ്യമായി ചെലവാക്കാറില്ല. ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. ഒരു നൈറ്റ് മേടിക്കാൻ പറഞ്ഞാൽ എന്തിനാ ഇപ്പോൾ അതെന്ന് ചോദിക്കും. അവസാന ദിവസം ആ നിറമങ്ങിയ ചുവന്ന നൈറ്റി തന്നെയായിരുന്നു ഇട്ടിരുന്നത്. തണുത്തു മരവിച്ച ശരീരത്തിൽ നിന്ന് ആ നൈറ്റി അറുത്തു മാറ്റി. പിന്നെ കുളി. സ്പിരിറ്റ് ഉപയോഗിച്ച് പഞ്ഞി മുക്കിയൊരു കുളി. പണ്ട് കുളിക്കാൻ മടിയുള്ള എന്നെ പറമ്പ് മുഴുവൻ ഓടിച്ചിട്ട് പിടിച്ച് തല്ലി കുളിപ്പിക്കുന്ന ഞാൻ ഓർത്തു. ചില ദിവസങ്ങളിൽ ഞാൻ ഒളിച്ചിരിക്കും. അമ്മ വിടില്ല. തപ്പി കണ്ടുപിടിച്ച് കുളിപ്പിക്കും. നല്ല തല്ല് കിട്ടും. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വെള്ളസാരി ഉടുപ്പിച്ചു. അവസാനത്തെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളായി. ഇനി വീട്ടിലേക്കുള്ള അവസാന യാത്ര. കുറേ നാളായി അമ്മ യാത്രകളൊന്നും ചെയ്യാറില്ല. നെഞ്ചിടിപ്പും കിതപ്പുമാണ് കാരണം. എൻ്റെ ഓർമ്മയിൽ അമ്മ അവസാനം വന്നത് എൻ്റെ വീട്ടിലാണ്. ജിൻസൺ ചേട്ടൻ അമ്മൂമ്മയുടെ ആദ്യ ചരമദിനത്തിന്. അന്ന് രാത്രി അമ്മ എൻ്റെ ഒപ്പം ഇരുന്നു. അമ്മൂമ്മയുടെ കല്ലറ അലങ്കരിക്കാൻ പൂക്കൾ ഒരുക്കുകയായിരുന്നു. വളരെ സന്തോഷവതിയായിരുന്നു. മഞ്ഞ നിറത്തിലുള്ള റോസാപ്പൂക്കൾ മമ്മി തലോടിയിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. ആൾക്കൂട്ടവും ബഹളവും. നടുവിലൂടെ മമ്മി വീട്ടിലേക്ക്. പ്രാർത്ഥന തുടങ്ങി. നടുവിലെ ഒരു ബെഞ്ചിൽ മമ്മിയെ കിടത്തി. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പെട്ടിയിൽ മമ്മി സുന്ദരിയായി കിടക്കുന്നു. കരയാൻ കണ്ണുനീരിനിയില്ല. കുറെ നേരം നോക്കി നിന്നു. പൂക്കൾ മമ്മിക്ക് എന്നൊരു ഹരമായിരുന്നു. പൂക്കൾ ചെടിയിൽ നിന്നെടുക്കുന്ന തീരെ ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു. പൂ പൊട്ടിച്ചാൽ തന്നെ നല്ല തല്ല് കിട്ടും. ചേച്ചി തളർന്നിരിപ്പാണ്. പപ്പ നിശ്ചലനായി മമ്മിയെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നുണർന്ന പോലെ ചേച്ചി അകത്തേക്ക് ഓടി. എന്താ സംഭവിച്ചെന്നറിയാതെ ഞാൻ പിന്നാലെ ചെന്നു. മമ്മിയുടെ അലമാരയിൽ അവൾ എന്തോ പരതുകയാണ്. മമ്മിയുടെ കല്യാണ സാരിയും മന്ത്രകോടിയും അവൾ അലമാരയിൽ നിന്നെടുത്തു. മമ്മി പറഞ്ഞ അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ മരിക്കുമ്പോൾ ഇതെന്നെ ഉടുപ്പിക്കണേ എന്ന്. അതവൾ നെഞ്ചോട് ചേർത്തൊരു കുട്ടിയെപ്പോലെ വാവിട്ട് കരയുന്നു. ഞാൻ നിശ്ചലയായി എല്ലാം നോക്കി നിന്നു. എങ്ങനെയോ അവൾ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. മമ്മിക്കരികിൽ കൊണ്ടുവന്നിരുത്തി. സാരി അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി മമ്മിയെ പുതപ്പിച്ചു. മമ്മിയുടെ അരികിൽ തലയാഴ്ച കിടന്നു. ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. കുഞ്ഞിലെ ഞാൻ ആ മടിയിൽ ഒത്തിരി കിടന്നിട്ടുണ്ട്. പഞ്ഞിമത്തേക്കാൾ സുഖമുള്ള സ്ഥലം. മമ്മി ഇതുപോലെ എത്ര സമാധാനത്തിൽ കിടക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എപ്പോഴും പണി തന്നെയാണ്. ഒരു നേരവും വെറുതെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് വരെ കറി വെക്കാനുള്ള തത്രപ്പാടിലായിരുന്നു മമ്മി എന്ന് ചേച്ചി പറഞ്ഞറിഞ്ഞു. ഇനി സമാധാനത്തിൽ ഉറങ്ങട്ടെ, വിശ്രമിക്കട്ടെ. കുഞ്ഞിലെ ഞാനൊരു അസുഖക്കാരിയായിരുന്നു. എന്നെയും കൊണ്ട് കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല. 10 വയസ്സിൽ തീരേണ്ട എൻ്റെ ജീവിതം ഇതുവരെ എത്തിച്ച് മമ്മിയുടെ പ്രാർത്ഥനയും ത്യാഗവുമാണ്. സമയം 4 മണിയായി. പള്ളിയിൽ നിന്ന് അച്ഛനും കപ്പ്യാരും എത്തി. ഇനി അവസാന ചടങ്ങിലേക്ക്. അച്ഛൻ പ്രാർത്ഥനകൾ ചൊല്ലി തുടങ്ങി. തൂവാല കൊണ്ട് മുഖം മറച്ചു. വിശുദ്ധ ജലം തെളിച്ച് പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചു. ഇനി പള്ളി കുഴിമാടത്തിലേക്ക്. എന്നേക്കുമായുള്ള മടങ്ങിവരവില്ലാത്ത യാത്ര.
മമ്മിയെ എന്ത് പറഞ്ഞ് യാത്രയാക്കണമെന്ന് എനിക്കറിയില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഇനിയും അടുത്ത ജന്മത്തിൽ ഈ അമ്മയുടെ മകളായി ജനിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവണം. അങ്ങനെ പള്ളിയിലെത്തി. മമ്മിയെ ശവമഞ്ചത്തിൽ കിടത്തി തിരുകർമ്മങ്ങൾ തുടങ്ങി. ഓരോ നിമിഷവും മമ്മിയോടത്തുള്ള ഓർമ്മകളായിരുന്നു. ഞാൻ വിവാഹത്തിന് മുമ്പ് വരെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. മമ്മിയെ കാണാൻ നിൽക്കാൻ പറ്റില്ല, അതാണ് കാര്യം. വിവാഹത്തിന് ശേഷമാണെങ്കിലും എല്ലാ ദിവസവും മമ്മിയെ കാണാൻ പോകും. അധികം ദൂരേക്ക് വിവാഹം കഴിച്ച് പോരുന്നത് എനിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. ദൈവം എനിക്കത് സാധിച്ചു തന്നു. ഇനി മമ്മിയെ എങ്ങനെ കാണും? ആ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം ഓർക്കുമ്പോൾ എന്നെ നെഞ്ചു പിടച്ചു. അറിയാതെ വിതുമ്പിപ്പോയി. കർമ്മങ്ങൾ കഴിഞ്ഞിനി മണ്ണിനടിയിലേക്ക്. മമ്മിയുടെ ചേതനേറ്റ ശരീരം ഇനി കുഴിയിലേക്ക്. അവിടേക്ക് എത്തിക്കാൻ ആളുകൾ ചുറ്റും കൂടി. പൊതുവെ ആൺമക്കളാണ് ശവശരീരം വഹിക്കുന്നത്. ഞാൻ ജിൻസൺ ചേട്ടനോട് ചോദിച്ചു, എനിക്കെൻ്റെ മമ്മിയെ ചുമക്കാൻ പറ്റുമോ? തെല്ലും ആലോചിക്കാതെ അതിനെന്താ നീ പിടിച്ചോ എന്ന് പറഞ്ഞു. പിറന്നു വീണത് മുതൽ എന്നെ വാരിയെടുത്ത് ഈ ലോകത്തെ മുഴുവൻ കാണിച്ചെന്ന് എൻ്റെ മമ്മിയെ ഞാൻ എൻ്റെ തോളിൽ ചുമന്നു. അന്ത്യ ചുമരം നൽകി കുഴിയിലേക്ക് ഇറക്കി. മണ്ണാ ശരീരത്തിൽ എൻ്റെ കൈകൊണ്ട് വീഴാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പനിനീർ പൂക്കൾ ഒരു പിടി ഞാൻ സമർപ്പിച്ചു. ഇനി ഈ ലോകം ശൂന്യം. മമ്മിയില്ലാത്തൊരു ലോകം അവിടെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? എങ്കിലും ഞാൻ ജീവിക്കണം. ദൈവം എനിക്ക് തന്ന മകൾക്ക് വേണ്ടി. എൻ്റെ മകൾക്ക് അത്താണിയാവാൻ ഞാനും മരിക്കും. ഒരിക്കൽ ജീവിതപാതയിൽ ഒന്നിക്കാൻ കഴിയട്ടെ, മറ്റൊരു ജന്മത്തിൽ.